മണിച്ചിത്രത്തായി അതിലൊരു ഡോക്ടർ സണ്ണിയുണ്ട്, മോഹൻലാൽ, ഒരു മരണം ഉറപ്പാന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ ഒന്നുകിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടി വരും. നമസ്കാരം. ഒരു ജ്യോത്സ്യൻ പണ്ട് രാജാവിൻ്റെ മരണ ദിവസം പ്രവചിച്ചു. മഹാരാജാവ് അടുത്ത പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിൽ മരണപ്പെടും. ഇത് കേട്ട് കോപിഷ്ഠനായ രാജാവ് ജ്യോത്സ്യനെ തടവിലാക്കാൻ ഉത്തരവിട്ടു. തൻ്റെ മരണം പ്രവചിച്ചയാൾക്ക് ശിക്ഷ നൽകാൻ രാജാവ് ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം ജ്യോത്സ്യനോട് ചോദിച്ചു, മറ്റുള്ളവരുടെ കാര്യം പ്രവചിക്കുന്ന നിനക്കറിയാമോ നീ എന്ന് മരിക്കും എന്ന്. ബുദ്ധിമാനായ ജ്യോത്സ്യൻ ഒരു നിമിഷം ആലോചിച്ച ശേഷം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, എൻ്റെ ജാതകപ്രകാരം ഞാൻ മരിക്കുന്നതിന് കൃത്യം 3 ദിവസം മുൻപ് മാത്രമേ അങ്ങയുടെ മരണം സംഭവിക്കൂ. ഇത് കേട്ട് രാജാവ് ഞെട്ടി. ജ്യോത്സ്യൻ മരിച്ചാൽ 3 ദിവസത്തിനകം താനും മരിക്കുമെന്ന് ഭയന്ന് രാജാവ് അന്ന് തന്നെ ജ്യോത്സ്യന് കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി. അദ്ദേഹത്തിന് യാതൊരു ആപത്തും വരാതെ കാവലേർപ്പെടുത്താൻ ഉത്തരവിട്ടു. രാഷ്ട്രീയ ജ്യോത്സ്യനായ ബാലൻ്റെ ഈ പ്രവചനം കേട്ടപ്പോഴാണ് കഥയിലെ ജ്യോത്സ്യനെ ഓർമ്മ വന്നത്. ബാലൻ ജ്യോത്സ്യൻ പ്രവചിച്ച ആ മരണം എന്നത്തേക്കാണെന്ന് ചോദിച്ചാൽ ബാലൻ പറയും, ഞാൻ മരിക്കുന്നതിൻ്റെ കൃത്യം 3 ദിവസം മുമ്പായിരിക്കും UDF മന്ത്രിസഭയിലെ ആ ഒരാളുടെ മരണം. അതുകൊണ്ട് എത്രയും വേഗം ഈ ബാലൻ ജ്യോത്സ്യനെ ചെന്നിത്തലയോ വീഡിയോ ഏറ്റെടുത്ത് ആപത്തൊന്നുമില്ലാതെ പരിചരിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. പിണറായി ഭരണമെല്ലാം പോയതോടുകൂടി ബാലനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെയായി. ബാലൻ പ്രവചിച്ച കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമായി ഭവിച്ചു. ആ 1.25 കോടിയുടെ ബസ് മ്യൂസിയത്തിൽ വെച്ച് നമുക്ക് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞ പുള്ളിയാണ് ബാലൻ. എന്തായാലും ആ ബസ്സിൽ യാത്ര ചെയ്ത 13 എണ്ണത്തിനെയും ഇപ്പോൾ AKG സെൻറ്ററിലെ അടുക്കള മ്യൂസിയത്തിൽ വയ്ക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ഒന്ന് ബാലൻ പ്രവചിച്ചത്, ഇതേ രീതിയിൽ നമ്മുടെ പാർട്ടി മുന്നോട്ട് പോയാൽ അരിവാൾ ചുറ്റിക ചിഹ്നം നഷ്ടമാകുമെന്നും വല്ല നീരാളിയോ ഓന്തോ മരപ്പെട്ടിയോ വല്ലതും ചിഹ്നമായി കിട്ടുമെന്നുമാണ്. എന്തായാലും ആ അവസ്ഥയിലേക്ക് നടന്നടുക്കുകയാണ് ഇപ്പോൾ പാർട്ടി. മണിച്ചിത്രത്താഴിലെ സണ്ണിയെ ഉദ്ധരിച്ചാണല്ലോ AK ബാലൻ ഈ പ്രവചനം നടത്തുന്നത്. എന്നാൽ കിരീടം എന്ന സിനിമയിൽ ജഗതിയും ഹനീഫയും അഭിനയിച്ച ഒരു കള്ളിഷാപ്പ് രംഗം ഓർക്കുന്നില്ലേ? അതിൽ ജഗതി പറയുന്നത് 1 ലോഡ് ശവം വീഴും എന്നാണ്. ഇത് പറഞ്ഞതും ജഗതി പാത്രത്തിലേക്ക് മുഖമടിച്ച് വീഴുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷം ബാലൻ സഖാബ് എന്തൊക്കെ പണികളാണ് ചെയ്തത്. അതിൽ അവസാനത്തെ 5 വർഷമായിരുന്നു തീഷ്ണമായ ജോലികളിൽ ഏർപ്പെട്ടത്. പിണറായി വിജയൻ്റെ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരമ്മാവൻ്റെ ജോലിയായിരുന്നു കൂടുതൽ ഭംഗിയായി നിർവഹിച്ചത്. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാൻ കാവൽ നിൽക്കുന്ന അപ്പൂപ്പന്മാരെ പോലെ AKG സെൻറ്ററിൻ്റെ ഗേറ്റിന് മുമ്പിൽ പതിവായി ഇറങ്ങി നിൽക്കുമായിരുന്നു. മാസപ്പടി കേസിൽ എന്തെങ്കിലും മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതിനൊക്കെ വിശദീകരണം നൽകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. പ്രവാചകൻ ബാലൻ പറയുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാരനെ മയക്കുമരുന്ന് കേസിൽ അകത്താക്കിയ വിഷയത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ വലിയ തർക്കമാണ് എന്നൊക്കെയാണ്. സതീശൻ പറയുന്നത് കേട്ട് തൂഫാൻ്റെ ക്രെഡിറ്റ് രമേശൻ നഷ്ടപ്പെടുത്തരുത് എന്നൊരു ഉപദേശവും. ചെന്നിത്തലയുടെ ഇമേജ് നിലനിർത്താൻ CPMകാർക്ക് എന്താ ഒരു താല്പര്യം? അല്ല ബാല, കഴിഞ്ഞ 10 വർഷം ഏത് ആഭ്യന്തര മരവാഴയാണ് കേരളം ഭരിച്ചിരുന്നത്? ആ മഹാപുരുഷൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു തരി മയക്കുമരുന്ന് പോലും കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പകരം നിങ്ങളുടെ സർക്കാർ എന്താണ് ചെയ്തു കൂട്ടിയത്? മത്സ്യം കണ്ണു തുറന്നുറങ്ങുന്നത് പോലെ പിണറായി വിജയൻ സദാസമയവും ഉറക്കമായിരുന്നു. ഇവിടെ കഞ്ചാവും മയക്കുമരുന്നും യഥേഷ്ടം ഒഴുകിയാൽ മാത്രമേ ചെറുപ്പക്കാർക്കിടയിൽ അരാജകത്വം ഉണ്ടാകൂ. അങ്ങനെ മാത്രമേ പാർട്ടിയുടെ വേരുറയ്ക്കൂ. വെളിവുകെട്ടവന്മാർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അതിൻ്റെ പേരിൽ കേസ് വരും. അതോടെ അവൻ എങ്ങും പോകാതെ പാർട്ടി അടിമയായി ഇനിയുള്ള കാലം കഴിഞ്ഞുകൊള്ളും. സ്വന്തം പാർട്ടിയിലെ ഒട്ടുമുക്കാലും ചത്തുമണ്ണടിഞ്ഞിട്ടും പാർട്ടിയെ തെറുത്തുകെട്ടി വലിയ ചുടുകാട്ടിൽ കൊണ്ട് അടക്കിയിട്ടും ബാലൻ മറ്റുള്ളവൻ്റെ മരണം പ്രവചിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ പാർട്ടിയിലെ തന്നെ അല്പം മൂത്തുമുറ്റിയ ഒരു കോമാളി പീസാണ് ഈ AK ബാലൻ. ബാലൻ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. എല്ലാം പിണറായി വിജയൻ ചെയ്തു വെച്ച് കഴിയുമ്പോഴാണ് പുള്ളി അറിയുക. നിയമമന്ത്രിയായിട്ടിരുന്ന പുള്ളിയാണെങ്കിലും നിയമം എന്ന് പറയാനേ അദ്ദേഹത്തിന് ഇപ്പോഴും അറിയൂ. പിണറായി വിജയനെ പുള്ളി വിശേഷിപ്പിക്കുന്നത് പെൺറായി എന്നാണ്. ബാലൻ പറയുന്നത് കേട്ട് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വരും. ഇവർ രണ്ടിൽ ആര് രാജിവെച്ചാലും പിണറായി വിജയന് അവിടെ കയറി ഇരിക്കാൻ കഴിയില്ലെന്ന വിവരം ഈ ബാലന് വേണ്ടേ?
തൻ്റെ കയ്യിലിരിക്കുന്നത് എത്ര വകുപ്പുകളാണെന്ന് പോലും പിണറായി വിജയന് അറിയുമായിരുന്നില്ല. ഒട്ടുമിക്ക വകുപ്പുകളുടെയും മേൽനോട്ടം നടത്തിയിരുന്നത് പി ശശികണ്ണനായിരുന്നു. എന്തായാലും നിങ്ങളുടെ 51 വണ്ടി ദൈവം ഇപ്പോൾ വിശ്രമത്തിലാണല്ലോ. അതോടെ സകല കോടാകുള്ളികളും വെളിവ് കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ബാലനൊക്കെ ഏത് ലോകത്താണ് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത്? സർക്കാരിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെപ്പറ്റിയും മുഖ്യമന്ത്രിയുടെ അധികാരത്തെപ്പറ്റിയുമൊക്കെ ഈ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരിക. പിണറായി വിജയനും കുറേ അന്തേവാസികളും മാത്രമായി ഭരണം നടത്തിയ കാലമൊക്കെ നിങ്ങളങ്ങ് മറന്നോ ബാല? വി ഡി സതീശനെ പറ്റി പാർട്ടിയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ചോദിക്കാൻ നിരവധി ആളുകളുണ്ട് ആ പാർട്ടിയിൽ. അവർക്കൊന്നുമല്ലെങ്കിലും ചളുങ്ങിയതാണെങ്കിലും ഒരു ഹൈക്കമാൻഡെങ്കിലും ഡൽഹിയിലുണ്ട്. പകരം നിങ്ങളുടെ പാർട്ടിയിലോ? പിണറായി വിജയൻ പറയും ഏറാൻ മൂളികൾ തലകുലുക്കി സമ്മതിക്കും. തോറ്റു തുന്നം പാടിയിട്ടും ആ വ്യവസ്ഥിതിക്ക് ഒരു മാറ്റവുമില്ല. നോക്കൂ, അപ്പോഴും ബാലൻ പറയുന്നത് മരണത്തെ പറ്റിയാണ്. കർക്കടകവാവിന് ബലിക്കാക്കകൾ പിണ്ടം കൊത്തിപ്പോകുന്നത് നോക്കി കാക്കാമ്പീച്ചുകൾ കാത്തിരിക്കും. ബാക്കി വരുന്ന വറ്റുകൾ അവ അപഹരിക്കും. ഇതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ബലിത്തറയിൽ കാക്കാമ്പീച്ചിയെ പോലെ കോക്കാമ്പീച്ചിയും പറഞ്ഞ് കാത്തിരിക്കുകയാണ് AK ബാലൻ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുൻ മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഒരു പ്രവചനം നടത്തിയിരുന്നു. എഴുതി വെച്ചോ, കോൺഗ്രസിൽ കൂട്ടമരണം സംഭവിക്കാൻ പോകുന്നു, പിണറായി വിജയൻ 3ാമതും ഭരണത്തിൽ വരും. പക്ഷേ സജി ചെറിയാനൊപ്പം യാത്ര ചെയ്ത 13 എണ്ണമാണ് രാഷ്ട്രീയ അന്ത്യനിദ്രയിൽ ലയിച്ചത്. ശത്രുക്കളുടെ മരണം കാണാൻ കൊതിച്ചിരിക്കുന്ന ശൈലിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. ബാലനൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ജനം പൊടി രസത്തോടെ ആ വിവരമില്ലായ്മകൾ കേട്ട് ഊറിച്ചിരിക്കും എന്ന് മാത്രം. പിണറായി വിജയനേക്കാൾ കൂടുതൽ പ്രായമായി പോയി ബാലനെന്ന് പറഞ്ഞാണല്ലോ പാർട്ടി അവസരം നിഷേധിച്ചത്. എന്തായാലും മാസപ്പടി കേസിൽ വീണ തായ്ക്കണ്ടിയെ ന്യായീകരിച്ച് ബാലൻ ഒരു പരുവത്തിലാക്കി. എന്തൊക്കെ പറഞ്ഞാലും ഈ ബാലനും ബേബിയും ഒക്കെ പേര് പോലെ തന്നെ ഇപ്പോഴും SFI കാലത്തെ കുട്ടിത്തം വേഷങ്ങളാണല്ലോ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് ഈ പാർട്ടിയുടെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. എന്താ ബാലൻ സഖാവേ നിങ്ങൾ വളരാത്തത്? ഇപ്പോഴും സിനിമാ കഥയും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ഹാസ്യ നാടകമാടാനേ നിങ്ങൾക്ക് കഴിയൂ.